റിവിഷൻ ക്ലാസ്സിൽ 4 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതില് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, തെർമോഡൈനാമിക്സ്, വേവ് ഫിനോമിനൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പാർട്ട് 1 പബ്ലിക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ലെസൺസ് ആണ്, ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഫോക്കസ് ചെയ്തത്. ഇനി അതിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ലാസ്റ്റ് ചാപ്റ്റർ വേവ് ഫിനോമിനൻ ആണ്. അതായത് 14ാമത്തെ ലെസൺ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ മാർക്ക് ഡിവിഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞു തന്നിട്ട് അത് നമ്മുടെ ജൂനിയേഴ്സിനാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. നമ്മള് മൊഡ്യൂൾ അനുസരിച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 8 മൊഡ്യൂള് നിലവിലുണ്ട്. ആ 8 TMA പോർഷനും ഉണ്ട്, പബ്ലിക് എക്സാം പോർഷനും ഉണ്ട്. അതിൽ നിന്ന് TMA അനുസരിച്ച് മോഷൻ, ഫോഴ്സ് ആൻഡ് എനർജി എന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 14 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. പിന്നെ വരുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് ഫ്ലൂയിഡ് എന്ന സെക്കൻഡ് മൊഡ്യൂളാണ്. അതിൽ നിന്ന് ഏകദേശം 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഉള്ളത് തെർമൽ ഫിസിക്സ് ആണ്, അതിൽ നിന്നും ഒരു 6 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും. പിന്നെ ഓസിലേഷൻ ആൻഡ് വേവ്സ് 6 മാർക്സ്. ദെൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഒരു 16 മാർക്ക്. ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് 14 മാർക്ക്. ആറ്റം ആൻഡ് ന്യൂക്ലിയർ എന്ന മൊഡ്യൂള് 8 മാർക്ക്. സെമി കണ്ടക്ടർ ഡിവൈസസ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഒരു 10 മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പോർഷൻ ആണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. അതിൽ നിന്നൊരു 6 മാർക്കിന്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 16 മാർക്കിന്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 14 മാർക്കിന്റെ വരുന്നത് മോഷൻ, ഫോഴ്സ് ആൻഡ് എനർജി, ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സും ആണ്. അപ്പൊ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ 6 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ 16, 14 നമ്മൾ ഉദ്ദേശിച്ചത് ഒറ്റ ചോദ്യമല്ല, അതിൽ MCQ 1 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ 2 മാർക്കിന്റെ 1 മാർക്കിന്റെ MCQ, 2 മാർക്സിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് fill in the blanks, match the column, paragraph, case based, one word, true or false, അങ്ങനെ കുറെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ 2 മാർക്കിന്റെ വെരി ഷോർട്ട് ആൻസേഴ്സ് വരും. പിന്നെ 4 മാർക്കിന്റെ ഷോർട്ട് ആൻസേഴ്സും, പിന്നെ ലോങ് ആൻസർ ആയിട്ടുള്ള essay 5 മാർക്സിന്റെ ആണ് നമ്മൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്, ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അത് കൂടാതെ നിങ്ങളുടെ സീനിയേഴ്സിന്റെ സെക്കൻഡ് ടെർമിനൽ ക്വസ്റ്റ്യൻസും കൂടി ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ്. ആവശ്യമുള്ളവര് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഇപ്പൊ പറഞ്ഞ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് അന്ന് അവർക്ക് സെക്കൻഡ് 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് അവർക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യമാണെന്നൊന്ന് നമുക്ക് വായിച്ചു. Which of the following will always be in the direction of net external force?
പുറത്തുനിന്നുള്ള ഫോഴ്സിന് ഏതായിരിക്കും കറക്റ്റ് അതേ ഡയറക്ഷനിൽ നിന്ന് തന്നെ വരുന്നത്. എന്നിട്ട് അതിന്റെ ഓപ്ഷൻസ് അവർക്ക് കൊടുത്തിരുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ, വെലോസിറ്റി, ചേഞ്ച് ഇൻ മൊമെന്റം, ഈ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരുന്നത്. ദ ആൻസർ വിൽ ബി എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ആയിരിക്കും. ഓക്കെ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നത് സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ് ചെയ്യുക. 1 മാർക്കിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 1/2 മാർക്കിന് ഇതാണ് പോകുന്നത്. അതായത് ഇൻ Carnot engine when heat is taken by a perfect gas from a hot source, the temperature of source decreases. സോഴ്സിന്റെ താപനില കുറയോ? പുറത്തുനിന്ന് എടുത്ത് കഴിയുമ്പോ ഇല്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഞാൻ തൽക്കാലം ആൻസേഴ്സ് ഒന്ന് പറഞ്ഞു പോവാണ്, ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ ആരും ഇല്ല. സെക്കൻഡ് ബി, അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനില് ബിയിൽ വരുന്നത് ഇതാണ്. Carnot engine if temperature of a sink is decreased, അവിടെ സിങ്കിൽ കുറഞ്ഞു, അപ്പൊ എഫിഷ്യൻസി ഓഫ് ദ എൻജിൻ കുറയുന്നു, ഡിക്രീസസ് എന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതിയത്. അപ്പൊ ആൻസർ എന്താണ്? കുറഞ്ഞാൽ കുറയുന്നില്ല. സിങ്കിന്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടല്ല Carnot എൻജിൻ വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ട്രൂ. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലെ എഫിഷ്യൻസി, എൻജിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നില്ല? കുറയുന്നില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാകും. സോ ദ സ്റ്റേറ്റ് ഇൻ Carnot എൻജിൻ സിങ്കിന്റെ കുറഞ്ഞു കഴിഞ്ഞാല് എൻജിൻ കുറയും. ട്രൂ ആണ് കേട്ടോ. സോറി പറഞ്ഞു, നമ്മൾ മാറിപ്പോയി. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. നെക്സ്റ്റ്, ഡാഷ് ആർ യൂസ്ഡ് ആസ് ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിക്കൽ ഫീൽഡ്. അത് നമ്മൾ റിവേഴ്സ് ചെയ്തില്ല അല്ലെ ചാപ്റ്റർ. സോറി, എക്സ്റേ ആണ് ഉത്തരം. തൽക്കാലം എഴുതിയെടുത്തോ. ഡാഷ് ആർ യൂസ്ഡ് ആസ് ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിക്കൽ ഫീൽഡ്. ഉത്തരം എക്സ്റേസ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, when no conservative force work on a system, does the total mechanical energy remain constant? ഒരു സിസ്റ്റത്തില് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല എന്നാണ് ഉത്തരം കേട്ടോ. നോ. നെക്സ്റ്റ്, ഒരു ഇലാസ്റ്റിക് രണ്ട് ബോളുകൾ തമ്മിൽ ഇലാസ്റ്റിക് കൊളീഷൻ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് ബോൾ ചേഞ്ച് ആഫ്റ്റർ കൊളീഷൻ. കൊളീഷന് ശേഷം കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടാകുമോ? മാറ്റം ഉണ്ടാകും. അപ്പോ യെസ് ആണ്. പിന്നെ ചോദിച്ചത് ഹ്യൂമൻ ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് ടു ഡാഷ് കളർ ലൈറ്റ്. അത് നമുക്കറിയാം, യെല്ലോ ഗ്രീൻ. നമ്മൾ ലെസൺ പഠിച്ചതാണ്, ഇന്ന് റിവിഷൻ നടത്തും. യെല്ലോ ഗ്രീൻ കളറിനാണ് കുറച്ചുകൂടി സെൻസിറ്റീവ്. പിന്നെ കെറോസിൻ ഓയിൽ ഈസ് വിസ്ക് ഓഫ് എ ലാറ്ററൻ. ഹൗ ഡസ് കെറോസിൻ ഓയിൽ റൈസ് ഇൻ ദ വിക്ക് ഓഫ് എ ലാറ്ററൻ? അതിന് കാരണം കാപ്പിലറി ആക്ഷൻ ആണ്. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ. Can two equipotential surfaces intersect? രണ്ട് equipotential surfaces intersect ചെയ്യാൻ പറ്റുമോ? Intersect ചെയ്യാൻ പറ്റും. If they do so at the point of intersection, we can draw two normal giving direction at directions of electronic field. പറ്റും എന്നാണ് എഴുതേണ്ടത് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നത്. Next, when a liquid container in a tumbler is stirred and placed for some time, it comes at rest. Why? Viscous force ആണ്. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നത് പഞ്ചസാര ഇട്ട് നാരങ്ങ വെള്ളം കലക്കി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആ സ്പൂണിനനുസരിച്ച് ആ കപ്പിന്റെ ഉള്ളിൽ വെള്ളം സർക്കുലർ ആയിട്ട് പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ റെസ്റ്റ് ആവുന്നത് കാണാം. അതിനുള്ള കാരണം എന്താണ്? വിസ്കസ് ഫോഴ്സ് ആണ്. പിന്നെ രണ്ട് ഹാർമോണിക് വേവ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. രണ്ട് ഹാർമോണിക് വേവ് തന്നിട്ടുണ്ട്, അതിന്റെ ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചത്. അതൊന്നുമില്ല, നിങ്ങൾ രണ്ടെണ്ണവും തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതില് എന്തെങ്കിലും ഒരു ടേം, ഒരു വേവിന്റെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിൽ കുറവുണ്ടാവും. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് എടുത്തെഴുതുക. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഏകദേശം വരിക. അതായത് അതിന്റെ ഇക്വേഷൻ തരും. നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു, അത് ഏതാണെന്നുള്ളതാണ്. അത് ബി ആയിരിക്കും. അതായത് അഡിയാബാറ്റിക് പ്രോസസ് ആയിരിക്കും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
പിന്നെ കർണോട്ട് എഞ്ചിന്റെ ലിമിറ്റേഷൻസ് ചോദിച്ചിരുന്നു. അത് നിങ്ങൾക്ക് പേജ് നമ്പർ 318 കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡോപ്ലർ ഇഫക്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പേജ് നമ്പർ 10 ഉണ്ടത്. പിന്നെ പേജ് നമ്പർ 30 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ 30 അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. A charge positive Q is placed at origin of coordinate system. Determine the direction of field at point P located. ഏതിലായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. അത് എക്സ് ആക്സിസിലായിരിക്കും എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അതിന്റെ ഉത്തരവും നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാവും. പേജ് നമ്പർ 30 ഒന്ന് റെഫർ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആണെന്നവർക്ക് സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ചോദിച്ചു. ഇനി നമുക്ക് നമ്മുടെ ലെസൺ 14 റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വേവ് ഫിനോമിനൻ ആയിരുന്നു നമ്മുടെ ക്ലാസ്. അതിൽ വേവ് മോഷൻ ആണ് നമ്മുടെ ലെസൺ വേവ് ഫിനോമിനൻ ആയിരുന്നു. അതിൽ നമ്മൾ വേവ് മോഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതായത് വേവ് മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പുഴയിലേക്ക് കല്ലെടുത്ത് എറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബൻസിന്റെ ട്രാവലിനെ നമ്മൾ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക. അത് മെയിൻ ആയിട്ട് വേവ് മോഷൻ 3 രീതിയിലായിരിക്കും. ആൻഡ് ഫസ്റ്റ് വൺ വിൽ ബി മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവ് തന്നെ 2 എണ്ണം ഉണ്ട്. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. പറഞ്ഞു പോകുമ്പോൾ ലെസണിൽ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് പോവാ പഠിക്കുക. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനലാണെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ജസ്റ്റ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കയറി ഇറങ്ങിയുള്ള മട്ടിലായിരിക്കും. പക്ഷെ വേവ്സ് പെർപെൻഡിക്കുലർ അല്ല. ലോഞ്ചിറ്റ്യൂഡിനൽ പാർട്ടിക്കിളും വേവും ഉണ്ട്. പാർട്ടിക്കിൾസ് എപ്പോഴും ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ രീതിയിലായിരിക്കും പോവുക. ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ക്രസ്റ്റ് ആൻഡ് റഫ് ആയിരിക്കും പോവുക. അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. പിന്നെയുള്ള വേവ് മോഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എന്താവശ്യമില്ല? ഒരു മീഡിയം ആവശ്യമില്ല. നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ വ്യക്തമായ രീതിയിൽ ടെക്സ്റ്റ് വായിച്ചിരിക്കണം. ടെക്സ്റ്റ് നമ്മൾ വളരെയധികം വിശദീകരിച്ച് വായിച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മെക്കാനിക്കൽ വേവിന് ഒരു മീഡിയം ആവശ്യമുണ്ട്. അതായത് എയർ, വാട്ടർ ഒക്കെയാണ് നമ്മൾ മീഡിയം ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എന്ത് വേണ്ട? ഒരു മീഡിയം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഒരു മീഡിയം ആവശ്യമില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഈവൻ വാക്വത്തിലൂടെയും, അതായത് ഒന്നും ഇല്ലാതെയും തന്നെ ഒരു എന്താണ് മീഡിയവും ഇല്ലാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. And the third one is matter wave. Matter wave ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്. എന്നിട്ട് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. അതായത് മൈക്രോറെഡ് വേവ്സ്, ഇൻഫ്രാറെഡ്, റേഡിയോ, പിന്നെ വിസിബിൾ ലൈറ്റ്, UV, എക്സ്റേ, ഗാമ. ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേര് ഓർത്തിരിക്കാനായിട്ട് RMI, ലെക്സ്, G എന്ന് ഓർത്തിരുന്നാൽ മതി. RMI, റിമീറ്റോമി അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കാം. പക്ഷെ I ഇല്ല കേട്ടോ. RMI ഉള്ളൂ. പിന്നീട് RMI ഉള്ളൂ. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, പിന്നെ ലെക്സ് ഓർത്തിരിക്കുക. വിസിബിൾ ആണ്, ലൈറ്റ് വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിബിൾ ആണ്, വിസിബിൾ ലൈറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ UV റേസ് ആണ്, U കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ് റേസ് ആണ്. G is ഗാമ. അത്രയാണ് അതില് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ. ഇത് വളരെ വിശദമായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പോണേ. ഞാൻ ഓടിച്ചിട്ട് റിവൈസ് മാത്രമാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് മാറ്റർ വേവ്സ്. 3 ടൈപ്സ് ഓഫ് വേവ്സ് നമ്മൾ പറഞ്ഞതില് തേർഡ് വൺ മാറ്റർ വേവ്സ്. വേവ് മോഷൻ 3 തരത്തിലും മാറ്റർ വേവ് ആണ് ലാസ്റ്റ്. നമ്മുടെ ഓരോ പാർട്ടിക്കിളിലെ എന്താണ് ന്യൂട്രോൺസും ഇലക്ട്രോൺസും പ്രോട്ടോണുകളും ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകപ്പെടുന്ന വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാറ്റർ വേവ് എന്ന് വിളിക്കും. ഓക്കെ. ഇനി പിന്നെ നിങ്ങൾക്ക് അതില് നെക്സ്റ്റ് ടെക്സ്റ്റിലെ പോർഷൻ വരുന്നത്
പ്രോഗ്രസീവ് വേവിലെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിലേഷനിൽ നമ്മൾ ഒരു വേവിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴും പറഞ്ഞു. അപ്പൊ അതില് നമ്മൾ ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് y ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് 5 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. y എന്ന് പറയുന്നത് ആ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. a എന്ന് പറയുന്നത് ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. പിന്നെ ഒമേഗ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ആണ്, കെ എന്ന് പറയുന്നത് വേവ് നമ്പർ ആണ്, ഫൈ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ രണ്ട് വേവ് തന്നിട്ടുണ്ടാവും, എന്താണ് ഡിഫറൻസ്. അപ്പൊ ചിലപ്പോൾ ഒരെണ്ണത്തിലേക്ക് എന്തുണ്ടാവില്ല, ഫൈ ഉണ്ടാവില്ല. അപ്പൊ ആൻസർ വിൽ ബി ഫൈ. അപ്പൊ ഒന്ന് ചിന്തിക്കുക, ക്വസ്റ്റ്യൻ ശരിക്കും നോക്കി ആൻസർ ചെയ്ത വെറുതെ മാർക്ക് കളയുന്നു. നെക്സ്റ്റ് പിന്നെ നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്തത് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവിന്റെ ഇലാസ്റ്റിക് മീഡിയത്തിലെ വെലോസിറ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതില് നമ്മള് പിയും പ്രഷർ ഡെൻസിറ്റി എന്ന റോ എന്ന ഡെൻസിറ്റിയും കണ്ടു. അത് ഉപയോഗിച്ച് ന്യൂട്ടന്റെ വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് ഇലാസ്റ്റിക് മീഡിയം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കണ്ടത് ലാപ്ലേസ് കറക്ഷൻ ആണ്. അതായത് ന്യൂട്ടന്റെ ഫോർമുലയില് ആദ്യം നമ്മൾ ന്യൂട്ടന്റെ ഫോർമുല ഉപയോഗിച്ചത് പഠിച്ചു. പിന്നെ ന്യൂട്ടന്റെ ഫോർമുലയിൽ ചെറിയ കറക്ഷൻ വന്നു, അപ്പോഴാണ് നമ്മൾ ലാപ്ലേസ് കറക്ഷൻ പഠിച്ചത്. ന്യൂട്ടൻ ഏത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ഐസോതെർമലിലായിരിക്കാനാണ് സാധിച്ചത്, അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത്. പക്ഷെ അതങ്ങനെയല്ല, അഡിയാബാറ്റിക് പ്രോസസ്സിലാണെന്ന് പറഞ്ഞു തരുന്നത് ലാപ്ലേസ് ആണ്. ലാപ്ലേസ് കറക്ഷൻ എന്ന് വിളിക്കുന്നത്. ലാപ്ലേസ് കറക്ഷൻ അനുസരിച്ച് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ആണ്. ഓക്കെ, പി ഈസ് പ്രഷർ, റോ ഈസ് ഡെൻസിറ്റി. ലാപ്ലേസ് കറക്ഷനിൽ എക്സ്ട്രാ വരുന്നത് ഗാമയാണ്. ഗാമ അപ്പോ ലാപ്ലേസിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ ഗാമ എന്ന് പറയുന്നത് നമുക്ക് സി പി ബൈ സി വി എന്ന് എടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ആ ലെസണിൽ കാണുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആയിരിക്കും. സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് എന്ന് പറയുമ്പോൾ y എന്നൊരു വേവ് ഉണ്ട്, y2 എന്ന സെക്കൻഡ് വേവ് ഉണ്ട്, അത് നമ്മൾ ചേരുന്നു. സോ y is equal to y1 plus y2. y ആണ് ഡിസ്പ്ലേസ്മെന്റ്. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് y1 plus y2 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, സോ വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ വേവ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ആ ലെസണിൽ സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവ് ആണ്. സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവില് നമ്മൾ സൂപ്പർ ഇമ്പോസ് പഠിച്ചു. അതായത് ഒരു വേവ് അങ്ങോട്ട് പോകുന്നു, ഒരു വേവ് ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നു. ഇത് നമ്മൾ കൂട്ടിമുട്ടിയാൽ അതിനെയാണ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വേവിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവ് എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവ്. സോ സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവ്സ് സ്റ്റാൻഡിങ് ആണ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആണ്. അവര് തിരിച്ചൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യില്ല, അവിടെ തന്നെ നിന്ന് ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ബീറ്റ്സ് ആണ്. ബീറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അന്ന് ലെസൺ എടുത്ത സമയത്തും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഒരേ ഡയറക്ഷനില് ഏകദേശം ഒരേ ആംപ്ലിറ്റ്യൂഡില് ഫ്രീക്വൻസിയില് ചെറിയ വ്യത്യാസമുള്ള രണ്ട് വേവുകൾ ഒരേ ഡയറക്ഷനിൽ കൂടി കലരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഓൾട്ടർനേറ്റ് ആയിട്ട് സൗണ്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബീറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്റൻസിറ്റി ഇടയ്ക്ക് കൂടുകയും ചെയ്യും, ഇടയ്ക്ക് കുറയുകയും ചെയ്യും. ഇന്റൻസിറ്റി ഡിഫറൻസ് ഉണ്ടാവും, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബീറ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബീറ്റ് എന്ന് പറയുന്നത് ഒരു വാക്സിംഗ് പ്ലസ് ഒരു വാനിങ് ആണ്. ഓക്കെ, അപ്പൊ ബീറ്റ്സ് ചോദിക്കും, വാട്ട് യു മീൻ ബൈ ബീറ്റ്സ് എന്ന് ചോദിച്ചാലും 1 വാക്സിംഗ് പ്ലസ് 1 വാനിങ് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് വീഴും. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോന്നൊന്ന് നോക്കിയ ടെക്സ്റ്റില്.
ഓക്കെ, പിന്നെ നമ്മള് നെക്സ്റ്റ് നോക്കിക്കോട്ടെ. നിങ്ങള് ആരെങ്കിലും കേറാൻ ശ്രമിക്കുക. റിവിഷൻ ക്ലാസ് അല്ലേ, മടി പിടിച്ചിരിക്കരുത് കാര്യം, പഠിക്കണേ. അപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു മൊഡ്യൂൾ തുടങ്ങി വെച്ചാലോ? 15ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു കാര്യം ചെയ്യില്ല, ഈ ചാപ്റ്ററിൽ നിന്നുള്ള സിമ്പിൾ MCQ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് 15ാമത്തെ ലെസൺ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് 11ാമത്തെ ലെസൺ ആണ്. അതിൽ നിന്ന് മാത്രമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. എ വെൽ സ്റ്റോപ്പേർഡ് thermoflask contains some ice cube. ഇത് 11 സോറി 14 നമ്മളിപ്പോ പഠിച്ചേ. Which of the following is not a mechanical wave? മെക്കാനിക്കൽ വേവ് രണ്ടെണ്ണാണെന്ന് നമ്മളിപ്പോ പഠിച്ചു. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. അപ്പൊ അത് വെച്ചിട്ട് നോക്കുക. ഇപ്പൊ ഇതിലെ എക്സാമ്പിൾ കൊടുത്തിരുന്ന സൗണ്ട് വേവ്, ലൈറ്റ് വേവ്, വാട്ടർ വേവ്, സീസ്മിക് വേവ്. അപ്പൊ ഏതായിരിക്കും? ലൈറ്റ് വേവ് ആയിരിക്കും. കാരണം ലൈറ്റ് വേവ് ഇലക്ട്രോമാഗ്നറ്റിലാണ് വരുന്നത്. അപ്പൊ എന്തല്ല? മെക്കാനിക്കൽ വേവ് അല്ല. അങ്ങനെ ഓർത്ത് എഴുതാം. അല്ലാതെ ബാക്കി ഓപ്ഷൻസ് കണ്ടിട്ട് പോവരുത്. ഓക്കെ, വാക്വത്തിലൂടെ മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും? ലൈറ്റ് ആയിരിക്കും എന്നുള്ളത് ഒറ്റ കാര്യം ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. നെക്സ്റ്റ്, when two waves of same frequency and amplitude are superimposed in phase, the resulting wave എന്തായിരിക്കും? റിസൾട്ടിംഗ് വേവിന് എന്തുണ്ടാകും എന്നാ ചോദിച്ചിരിക്കുന്നത്. അതിന് ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും അല്ലെ? അപ്പോ ഹയർ ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉത്തരം എഴുതുക. ഇനി in a longitudinal wave the particle of medium move എങ്ങോട്ട് പോകും? വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് തുല്യമായി പോകും. along the direction of wave propagation. പിന്നെ sound wave travel in rocks in the form of dash. അത് ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സ് വേവിനും ഒപ്പമായിട്ട് പോകും. ഇനി a mass spring system oscillate with a period of 2 seconds. അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി എന്തായിരിക്കും? 0.5 ആയിരിക്കും. ഇനി the SHM of acceleration is directly proportional to displacement. പിന്നെ for an oscillating simple pendulum the tension in the spring is dash. maximum at mean position. maximum at mean position. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി പറഞ്ഞുതരാം. ഓക്കെ, പതിനഞ്ചാമത്തെ ലെസണിലാണ് നമ്മള് ഈ ഒരു മൊഡ്യൂൾ 5 എല്ലാം നമുക്ക് PE തന്നെയാണ് സൂക്ഷിച്ച് പഠിക്കണം. 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൊഡ്യൂളാണ്. മൊഡ്യൂൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു ലെസൺ വെച്ചിട്ട്. അപ്പൊ നമ്മള് ഇലക്ട്രോസ്റ്റാറ്റിക്
എന്നുള്ള ഒരു ബ്രാഞ്ച് ആയിരുന്നു ഈ എന്തിലൂടെ കടന്നു പോകുന്നത്, 5th മൊഡ്യൂളിലൂടെ കടന്നു പോകുന്നത്. അതിൽ ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി കണ്ടു. അതായത് ഒരു ഏരിയയും പിന്നെ ഒരു സ്കെയില് ജസ്റ്റ് തലയിൽ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിസം ആ ഒരു എഫക്റ്റിലേക്ക് നമ്മൾ എത്തിയത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷനും റിപ്പൾഷനുമാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് സെക്കൻഡ് പാർട്ടിലെ തേർഡ് പേജ് ശരിക്കും എല്ലാവരും വായിച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചാർജിന്റെ കൺസർവേഷൻ പഠിച്ചു. അതിനുശേഷം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ് പഠിച്ചത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിയത്. അതായത് രണ്ട് ചാർജുകൾക്ക് രണ്ട് സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ചാർജ് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ക്വാണ്ടൈസ്ഡും ആയിരിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചു. അതിലെ കുളംസ് ലോ ആണ് നമ്മളത് പഠിച്ചത്. അതിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയൽ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. കുളമ്പിന്റെ ഒരു കുളം ചാർജ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചു. രണ്ട് ഈക്വൽ ചാർജസ് 1 മീറ്ററിന്റെ സെപ്പറേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁻⁹ ന്യൂട്ടൺ ആയിരിക്കും. അതിന്റെ ഓരോ ചാർജിനും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 കുളമ്പ് ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചിരുന്നു പോയിന്റ് ചാർജുകൾക്കായിരുന്നു ഏറ്റവും നല്ലത്. പിന്നെ കുളം ഫോഴ്സുകൾ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് അത് കറക്റ്റ് ആയിട്ട് വരിക. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ അടുത്ത് കണ്ടത് എന്താണ്, രണ്ട് ഫോഴ്സുകള് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള റേഷ്യോ ഓഫ് ഫോഴ്സ് കാണാനായിട്ട് നമ്മൾ പഠിച്ചു. And it is equal to F0 in vacuum by F in medium. It is equal to epsilon by epsilon 0 equal to epsilon R. അതിനെയാണ് നമ്മൾ എപ്സിലൻ ആറിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് കുളംസ് ലോയുടെ വെക്റ്റർ ഫോം R വെക്റ്റർ 1 2 എന്നിടുന്ന ഫോർമുല അറിഞ്ഞിരിക്കുക. പിന്നെ സൂപ്പർ പൊസിഷന്റെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പഠിച്ചത്. സൂപ്പർ പൊസിഷന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് F is equal to K into Q1.Q2 by R square അത് പഠിച്ചു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ ഇക്വേഷനും പഠിക്കണം. F/Q0 ആണ്. F ഇലക്ട്രിക് ഫോഴ്സ് ആണ്. Q0 എന്ന് പറയുന്നത് ആ ചാർജ് ആയിരിക്കും. E is ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ അതിൽ എന്താ കണ്ടത്, ഒരു ഡൈപോളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു. വേറെ യൂണിഫോം ഫീൽഡിലെ ഇലക്ട്രിക് ഫീൽഡ്, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു പോയതാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ട് എന്താണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു തരുന്നത്. പിന്നെ ഫീൽഡ് ലൈൻസിലെ ഇലക്ട്രിക് ഫോഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ ഇലക്ട്രിക് ഫ്ലക്സും ഗോസ് ലോയും ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്നുള്ളതാണ് ഇലക്ട്രിക് ഫ്ലക്സ് വരുന്നത്. പിന്നെ ഗോസ് ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. അതായത് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? അതിനുള്ളിലെ ടോട്ടൽ ചാർജിന് തുല്യമാണ്. And then it is divided by epsilon 0. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ
പഠിച്ചു. പിന്നെ പോയിന്റ് ചാർജിലെ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്കസ് ചെയ്തു. അതുപോലെ അത് തന്നെ ലോങ് ലൈനിൽ വരുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സ്ഫെറിക്കൽ ഷെല്ലിലെ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഇന്റേണൽ പോയിന്റിൽ നിന്നും അത് ഇന്ന് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന വേറൊരു കാര്യമായിരുന്നു വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. അതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതും ഫ്യൂ മില്യൺ വോൾട്ട് വരെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ് എന്ത് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ പടം അതിന്റെ ആപ്ലിക്കേഷൻസും എല്ലാം അതിൽ തന്നിട്ടുണ്ട്. വെരി ഹൈ എനർജിയിലേക്ക് അയോണുകളെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ടുള്ള ഓക്കെ. അപ്പൊ അതും അറിഞ്ഞിരിക്കുക. പഠിക്കണം. ഇതെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, കാരണം ഞാനല്ല എക്സാം എഴുതണം, നിങ്ങളാണ്. കൃത്യമായിട്ട് പഠിക്കണം. ഗ്ലാസ് റോഡും റബ്ബറും കൂടി ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇട്ട് ചോദിക്കുക കേട്ടോ. ഗ്ലാസ് റോഡിലെ പോസിറ്റീവും റബ്ബറിൽ നെഗറ്റീവും ആണ് വരുന്നത്. അതും ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും 1 മാർക്കിൽ ചോദിക്കുക. അത് നിങ്ങൾ ശരിക്കും വായിച്ചാലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ലൈറ്റ് ചാർജസ് ആണ് റിപ്പൽ ചെയ്യുന്നത്, അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും വായിച്ച് പഠിച്ചിട്ട് പോവാ, ചിലപ്പോൾ അത് തന്നെ വരും. അപ്പൊ പിന്നീട് അയ്യോ അത് വായിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് കാര്യമില്ല, എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. ഗോസിയസ് ലോ അനുസരിച്ച് ക്ലോസ്ഡ് ഏരിയയിലെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ആണ്. ലൈൻ ചാർജിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ1/2πε0r ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. കുളംസ് ലോ നമുക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. F is equal to K into Q1 into Q2 by R square R vector. Okay. ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം മതി. 2 ലെസണൊക്കെ വെച്ച് റിവിഷൻ ക്ലാസ്സിൽ തീരാണെങ്കിൽ തന്നെ നിങ്ങളും ഒപ്പം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിവിഷൻ വേഗം തീരും. നന്നായിട്ട് പഠിക്കുക. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് ശരിക്കും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും ശരിക്കും പഠിക്കുക കേട്ടോ.